മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന PSC എക്സാമുകൾക്ക് ബയോളജിയിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കോശങ്ങൾ എന്ന ടോപ്പിക്ക്, ജീവകങ്ങൾ, ശ്വസന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ കോശങ്ങൾ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് കലകൾ എന്നൊരു ടോപ്പിക്കാണ്, ടിഷ്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്തുവാ കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്? ടിഷ്യൂ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ഒരു കോശത്തിൽ നിന്നുണ്ടായതും അല്ലെങ്കിൽ ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളുടെ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ കലകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു കോശത്തിൽ നിന്നുണ്ടായതുമായിരിക്കും. അതേപോലെ തന്നെ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ ഒരു കൂട്ടം കോശങ്ങളുടെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കലകൾ എന്ന് പറയുന്നത്. കലകളെ കുറിച്ചുള്ള പഠനമാണെന്ത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. കലകളെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്റോളജി. കലകളെ കുറിച്ചുള്ള പഠനമാണെന്ത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ കലകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോശത്തിൽ നിന്നുണ്ടാകുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കലകളെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോളജി. കോശത്തെ കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? സൈറ്റോളജി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കോശത്തെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോളജിയാണ്. എന്നാൽ ഹിസ്റ്റോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ, സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കലകൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ടേമാണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയും. കോശ വൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. കോശ വൈവിധ്യവൽക്കരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോശം നമുക്കുണ്ടാകുന്ന ഏക കോശമാണെന്ത്? സിക്താണ്ഡം എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാകുന്ന ഒറ്റ കോശമാണെന്ത്? നമ്മൾ ആദ്യം ഒറ്റ കോശം ഇല്ലയോ? ആ ഒറ്റ കോശത്തിന് പറയുന്ന പേരാണ് സിക്താണ്ഡം. സിക്താണ്ഡം അതായത് ഡിഫറൻസിയേഷൻ നടക്കാത്ത കോശം, അതിനാണ് എന്ത് പറയുന്നത്? സിക്താണ്ഡം എന്ന് പറയുന്നത്. സൈഗോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡത്തിനകത്ത് വൈവിധ്യവൽക്കരണം നടന്ന് എന്തായിട്ട് മാറും? ഭ്രൂണകോശങ്ങളായിട്ട് മാറും. അപ്പം സിക്താണ്ഡത്തിനകത്ത് വൈവിധ്യവൽക്കരണം നടന്ന് എന്തായിട്ട് മാറും? ഭ്രൂണകോശങ്ങളായിട്ട് മാറും. ഈ ഭ്രൂണകോശം മറ്റനേക കോശങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നാഡീകോശം, പേശീകോശം, അസ്ഥികോശം, രക്തകോശം, അങ്ങനെ പല തരത്തിലുള്ള കോശങ്ങളായിട്ട് പൂർണ്ണമായിട്ടും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങൾ എന്ന രീതിയിൽ പല കോശങ്ങളായിട്ട് മാറുകയാണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു സിക്താണ്ഡത്തിൽ നിന്നും മറ്റ് പൂർണ്ണമായിട്ടും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളിലേക്കുള്ള യാത്രയെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞു എന്താണ് കോശം എന്ന് പറഞ്ഞു. കോശം എന്താ? ഒരു കോശത്തിൽ നിന്നും എന്താണ് സെൽസ് എന്ന് ടിഷ്യൂസ് എന്ന് പറഞ്ഞു, കലകൾ എന്ന് പറഞ്ഞു. അപ്പൊ കലകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോശത്തിൽ നിന്നും ഉണ്ടാകുന്നതും പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നല്ല സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. കലകളെ കുറിച്ചുള്ള പഠനമാണെന്ത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഒരു കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത്. ഒരേപോലുള്ള കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ കലകൾ എന്ന് വിളിക്കുന്നത്. ഇനി കോശ വൈവിധ്യവൽക്കരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭ്രൂണകോശം, അതായത് സിക്താണ്ഡത്തിൽ നിന്നും ഭ്രൂണകോശത്തിലേക്കാകുന്നു. ആ ഭ്രൂണകോശം മറ്റനേക കോശങ്ങളായി മാറുന്നതിനെയാണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നല്ല സിക്താണ്ഡം ആദ്യം ഓർത്തേക്കുന്നതാണ് സിക്താണ്ഡം. സിക്താണ്ഡം എന്താ? വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണെന്ത്? സിക്താണ്ഡം എന്ന് പറയുന്നത്. അതിൽ ഇന്ന് ഭ്രൂണകോശങ്ങളാകുന്നു. ആ ഭ്രൂണകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശമാണ് ഭ്രൂണകോശങ്ങൾ. പിന്നീട് നാഡീകോശം, രക്തകോശം, പേശീകോശം, അസ്ഥികോശമായിട്ട് മാറുന്നത്. അതായത് പൂർണ്ണമായിട്ടും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളായിട്ട് മാറുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്ന ഒരു ടേമാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. വിത്ത് കോശങ്ങളെ അതിന്റെ മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ എന്നും പറയും.
മൂലകോശങ്ങൾ എന്നും പറയും. മനസ്സിലായോ? വിത്തുകോശം അല്ലെങ്കിൽ മൂലകോശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഭജനത്തിലൂടെ മറ്റേതെങ്കിലും കോശമായി മാറാനും, മനസ്സിലായോ? ഒരു വിഭജനത്തിലൂടെ മറ്റു കോശമായി മാറാനോ അല്ലെങ്കിൽ വിത്തുകോശമായിട്ട് തുടരാനോ ശേഷിയുള്ള കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന മജ്ജയിലൊക്കെയാണ് എന്ത്? ഈ വിത്തുകോശങ്ങൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഭജനത്തിലൂടെ മറ്റു കോശമായി മാറാനോ അല്ലെങ്കിൽ വിത്തുകോശമായിട്ട് ഇരിക്കാനോ കഴിവുള്ള കോശങ്ങളെയാണ് എന്ത് പറയുന്നത്? വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ സ്ലൈഡ് നമുക്ക് നോക്കാം. അപ്പൊ വിത്തുകോശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന മൂലകോശങ്ങൾ എന്നാണ്. വിഭജനത്തിലൂടെ ഏത് കോശമായി മാറാനും കഴിയും. അതായത് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനും അതേപോലെ വിത്തുകോശങ്ങളായി തുടരാനും കഴിവുള്ളതാണ് എന്ത്? വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലകളിൽ ടിഷ്യൂസിനകത്തൊക്കെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കോശങ്ങൾ നശിക്കുമ്പോൾ അതിന് പകരം നമുക്ക് വെക്കാൻ പകരം ഉപയോഗിക്കുന്ന പുതിയ കോശങ്ങളെയാണ് നമ്മൾ വിത്തുകോശങ്ങൾ. അപ്പൊ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വിത്തുകോശത്തിൽ നിന്നാണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ റീപ്ലേസ് ചെയ്ത് വെക്കുന്ന പുതിയ കോശങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന എതിൽ നിന്നാണ്? ഈ വിത്തുകോശങ്ങളിൽ നിന്നാണ്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നത് വിത്തുകോശത്തിൽ നിന്നാണ്. അത് കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മജ്ജ, ത്വക്ക്, അന്നപദം. ഇവിടെ മജ്ജ, ത്വക്ക്, അന്നപദം. അന്നപദം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എവിടം തൊട്ട് എവിടം വരെയാണ് അന്നപദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായ മുതൽ ഏനസ് വരെ മലാശയം വരെയാണ് എന്ത്? അന്നപദം എന്ന് പറയുന്നത്. ഇപ്പം മജ്ജ, ത്വക്ക്, അന്നപദം ഇവിടെ ഒക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? ഈ പറഞ്ഞ വിത്തുകോശങ്ങൾ കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ വിത്തുകോശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് എന്താ സംഭവം? ഒരു വിഭജനത്തിലൂടെ മറ്റു കോശമായി മാറാനോ അല്ലെങ്കിൽ വിത്തുകോശമായി തുടരാനോ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ വിത്തുകോശം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കലകളിലെ കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നത് ഇവയിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇത് എവിടുന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മജ്ജയിൽ നിന്ന്, ത്വക്കിൽ നിന്ന്, അന്നപഥത്തിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ വിത്തുകോശങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇത് പ്രധാനമായിട്ടും രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയ്ക്കും അതേപോലെ കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വിത്തുകോശങ്ങൾക്ക് കഴിയും. അപ്പൊ വിത്തുകോശങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? രക്താർബുദം, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ക്യാൻസർ, രക്താർബുദം അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ, പ്രമേഹം, ഡയബറ്റീസ്, പാർക്കിൻസൺസ് രോഗം, ഇതിന്റെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വിത്തുകോശങ്ങളാണ്. അല്ലെങ്കിൽ കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് വിത്തുകോശങ്ങളാണ്. മനസ്സിലായോ? ഈ വിത്തുകോശങ്ങൾ വഴിയുള്ള ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് എന്ത്? സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിത്തുകോശങ്ങൾ എന്ന തത്വം ഉപയോഗിച്ച് അതിന്റെ പ്രിൻസിപ്പൽ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ത്? സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ വിത്തുകോശങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി നമുക്കറിയാം നമുക്ക് പഠിക്കാനുള്ള കലകൾ, ടിഷ്യൂസ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള കലകളാണ്. നമ്മൾ കോശങ്ങൾ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെ പഠിച്ചത്. പൊതുവായിട്ട് കാണപ്പെടുന്ന കോശാംഗങ്ങളെ പറ്റി പഠിച്ചു. അതേപോലെ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളും ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളും അങ്ങനെ വേർതിരിച്ചു പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ നമ്മൾ കലകളും രണ്ട് തരത്തിലാണ് പറയുന്നത്. എങ്ങനെ? സസ്യകലകളും ജന്തുകലകളും എന്ന് പറഞ്ഞ് രണ്ട് രീതിയിലാണ് പറയുന്നത്. അതിനാദ്യത്തെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജന്തുകലകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? നമ്മൾ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ജന്തുകലകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജന്തുകലകൾ. ജന്തുകലകൾ 4 തരത്തിലുള്ള ജന്തുകലകളാണുള്ളത്. മനസ്സിലായോ? ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആവരണകല. രണ്ടാമത്തത് പേശീകല. മൂന്നാമത്തത് നാഡീകല. നാലാമത്തത് യോജകകല. ക്ലിയർ ആണല്ലോ? അപ്പം ജന്തുകലകൾ എത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തരമാണ് ജന്തുകലകൾ. ഏതൊക്കെയാ? ആവരണകല, പേശീകല, നാഡീകല, യോജകകല. ക്ലിയർ ആണല്ലോ? ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ഇതിന്റെ പ്രധാന ധർമ്മം മനസ്സിലാവും. ആവരണകല എന്താ ചെയ്യുന്നേ? ആവരണം ചെയ്യുന്നു, ഇല്ലയോ? ആവരണം ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും ആവരണം ചെയ്യപ്പെടുന്നത്, നമ്മുടെ ശരീരത്തിലെ കൊതുക് സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ഉൾഭിത്തിയിൽ നിർമ്മിച്ചിരിക്കുന്ന കലകൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവരണകലയാണ്. മനസ്സിലായോ? അതേപോലെ
പേശികളുമായി ബന്ധപ്പെട്ട കലകളാണ് പേശീകല എന്ന് പറയുന്നത്. അതായത് ചലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ത് പേശികല. അടുത്ത നാഡീകല. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കലകളാണെന്ത് നാഡീകല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് യോജകകല. എന്താ യോജകകല? യോജിപ്പിക്കുന്ന കലകൾ. നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും പരസ്പരം യോജിപ്പിക്കുക അല്ലെങ്കിൽ ബന്ധിപ്പിക്കുക എന്ന കലകളാണ് എന്ത് യോജകല എന്ന് പറയുന്നത്. അപ്പം യോജിപ്പിക്കുക അല്ലെങ്കിൽ ബന്ധിപ്പിക്കുക ഇതാണ് ആരുടെ ജോലി? യോജകകലയുടെ ജോലി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ കലകൾ മൊത്തത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, ജന്തുകലയെന്നും സസ്യകലയെന്നും. അതിനകത്ത് ജന്തുകലയെ പറ്റിയാണ് പഠിക്കുന്നത്. ജന്തുകല 4 തരത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ 4 തരത്തിലുള്ള ജന്തുകലകളുണ്ട്. എന്തൊക്കെയാ? ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ, പേശീകല അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂ, നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ, ആൻഡ് യോജകകല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ആവരണം ചെയ്യുക, അതാണ് ആവരണകല. പേശികല എന്ന് പറഞ്ഞാൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ട, പേശിയുമായിട്ട് ബന്ധപ്പെട്ടത്. നാഡീകല എന്താ? നാഡീവ്യവസ്ഥയുമായിട്ട്, തലച്ചോറ് സ്പൈനൽ കോഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. പിന്നെ യോജകകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം യോജിപ്പിക്കുന്ന കലകൾ അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന കലകളാണ് യോജകല. ക്ലിയർ? ഇനി നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് ഓരോ കലകളെ പറ്റി പഠിക്കാൻ പോവാം. ഓക്കെ, അതിൽ ആദ്യത്തെ ജന്തുകലകൾ സ്ലൈഡ് പറഞ്ഞേക്കുന്നതാണ്. ജന്തുകലകൾ 4 തരത്തിലാണ്: ആവരണകല, പേശികല, നാഡീകല, യോജകകല. ആവരണകലയുടെ ഇംഗ്ലീഷ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ, പേശികല മസ്കുലാർ ടിഷ്യൂ, നാഡീകല നെർവസ് ടിഷ്യൂ, അതേപോലെ യോജകകല വന്നു കഴിഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ ആണല്ലോ. ആദ്യത്തേതാണ് ആവരണകല. ആവരണകല. അപ്പൊ ആവരണകല ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താ? ആവരണം ചെയ്യുന്നു. അതായത് നമ്മൾ എക്സാമ്പിൾ ത്വക്ക് ഓർത്താൽ മതി. ആവരണകലയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ? സ്കിന്ന്. അത് ആവരണകലയാണ്. ഇല്ലയോ? അപ്പം സ്കിൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തെ മൊത്തത്തിലായിട്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് സ്കിന്നിന്റെ ജോലി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം പുറമേ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് എന്ത്? ആവരണകല എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ഉൾഭിത്തിയിൽ, അതായത് പ്രധാനമായിട്ടും അന്നപഥത്തിന്റെ ഉൾഭിത്തിയിലായി കാണപ്പെടുന്ന കലകൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവരണകലയാണ്. മനസ്സിലായോ? ആവരണകലയാണ്. നമ്മൾ ദഹന വ്യവസ്ഥയിൽ വില്ലസിനെ പറ്റി പഠിച്ചപ്പോൾ വില്ലസിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഏതാണെന്ന് നമ്മൾ പറഞ്ഞ ഒറ്റ നിര ആവരണകലകൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? വില്ലസ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആന്തരാവയവങ്ങളുടെ ഉൾഭിത്തിയെ പൊതിഞ്ഞു വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു വെച്ചേക്കുന്ന കലകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവരണകലയാണ്. മനസ്സിലായോ? അതിന്റെ ജോലിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ആവരണകല എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്കിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയും? അത് സംരക്ഷണം നൽകുന്നു. പിന്നെന്താ? അത് ആഗീരണത്തിന് സഹായിക്കുന്നുണ്ട്, ആഗീരണം നടത്തുന്നുണ്ട്. പിന്നീട് സ്രവങ്ങളുടെ സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതൊക്കെയാണ് ആവരണകലയുടെ ജോലി എന്ന് പറയുന്നത്. നമുക്ക് ആ സ്ലൈഡ് ഒന്ന് നോക്കാം. ആവരണകല എന്താ? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ആവരണകല എന്ന് പറയുന്നത്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ആവരണകല. അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. അതേപോലെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ സംരക്ഷണം, ആഗീരണം, സ്രവങ്ങളുടെ ഉൽപാദനം. അപ്പൊ ആവരണകല എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്? പേശീകലകളെ പറ്റി. അടുത്ത നമ്മൾ നോക്കുന്നതാണ് പേശീകലകൾ. പേശികൾ നമ്മൾ അറിയാം. എന്താ പേശികൾ എന്ന ഡെഫിനിഷൻ എന്താ? പേശി എന്ന് പറഞ്ഞാൽ എന്താ? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ, അല്ലെങ്കിൽ കഴിവുള്ള കോശങ്ങളുടെ കൂട്ടത്തെയാണ് പേശീകല എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എന്താ? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള ഒരു കൂട്ടം കോശങ്ങളാണ് എന്ത്?
പേശി കല എന്ന് പറയുന്നത്. മനസ്സിലായോ? കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും, അതാണ് പേശി മസിൽസ് എന്ന് പറയുന്നത്. കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റുന്നതാണ് മസിൽസ്. അപ്പം സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള ഒരു കൂട്ടം കോശങ്ങളെയാണ്, സമാന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേശി കല എന്ന് പറയുന്നത്. പേശി കലയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ചലനത്തിന് വേണ്ടി സഹായിക്കുക, ചലനത്തിനായി സഹായിക്കുക എന്നുള്ളതാണ് എന്ത്? പേശി കലകളുടെ പ്രധാന ധർമ്മം. ഇത് പേശി കലകൾ 3 തരമാണ്. 3 ടൈപ്പ് പേശി കലകളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് 3 ടൈപ്പ് പേശി കലകളാണ്. ഒന്ന് അസ്ഥിപേശി, അസ്ഥിപേശി. രണ്ടാമത്തത് മിനുസപേശി, മിനുസപേശി. മൂന്നാമത്തത് ഹൃദയപേശി. അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി, ഇങ്ങനെ 3 എണ്ണമാണ് എന്ത്? 3 തരത്തിലുള്ള പേശി കലകളാണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് അസ്ഥിപേശിയെ കുറിച്ചാണ്. ഓക്കെ, ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുവാ? അസ്ഥിപേശിയെ കുറിച്ചാണ്. അസ്ഥിപേശി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അസ്ഥിപേശി അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്ന, നമ്മുടെ അസ്ഥികൂടമായി ചേർന്ന് കാണപ്പെടുന്ന, പുറമേ കാണപ്പെടുന്ന പേശികളാണ് എന്ത്? അസ്ഥിപേശി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ ഒന്നാമത്തെ പോയിന്റ്? എന്താ? അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്ന, പുറമേ കാണപ്പെടുന്ന, ശരീരത്തിന് പുറമേ കാണപ്പെടുന്ന പേശികളാണ് എന്ത്? ഈ അസ്ഥിപേശികൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതിന്റെ ആകൃതി ചോദിക്കുവാണെങ്കിൽ, അസ്ഥിപേശിയുടെ ആകൃതി ചോദിക്കുവാണെങ്കിൽ എന്ത് പറയും? സിലിണ്ടറിക്കൽ ആകൃതി എന്ന് പറയും. ആണ് സിലിണ്ടറിക്കൽ ആകൃതിയാണ് എന്ത്? സിലിണ്ടറിക്കൽ ആകൃതിയാണ് എന്ത്? അസ്ഥിപേശിയുടെ ആകൃതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പേശികൾക്ക് വരകൾ, കുറുകെ വരകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുറുകെ വരകളുണ്ട്. ഇതിനെന്തുണ്ട്? കുറുകെ വരകളുണ്ട്. അപ്പൊ കുറുകെ വരകൾ ഉണ്ടെങ്കിൽ ഇത് എന്ത് തരം പേശിയാ? ഇതൊരു രേഖാങ്കിത പേശിയാണെന്ന് പറയാം. രേഖാങ്കിത പേശിയാണെന്ന് പറയാം. അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ ആണെന്ന് ഇംഗ്ലീഷിൽ പറയും. മനസ്സിലായോ? അപ്പം ഇതിന്റെ ആകൃതി ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ആകൃതിയാണ്. അപ്പൊ സിലിണ്ടറിക്കൽ ആകൃതി, ഇതിന് കുറുകെ വരകളുണ്ട്, അതുകൊണ്ട് ഇത് രേഖാങ്കിത പേശികളാണ്. മനസ്സിലായല്ലോ? ഇനി ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നിയന്ത്രിക്കാൻ പറ്റുമോ? പുറമേ കാണപ്പെടുന്ന പേശി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പുറമേ കാണപ്പെടുന്ന പേശി, നമുക്ക് സ്പീഡിൽ നടക്കാം, നമുക്ക് പതുക്കെ നടക്കാം, നമുക്ക് കൈ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാം, കാലിഷ്ടത്തിന് ചലിപ്പിക്കാം. അപ്പൊ ഈ പേശി, അസ്ഥിപേശി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാ. അപ്പൊ നിയന്ത്രിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഐച്ഛിക എന്ന് പറയും. നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വോളണ്ടറി ആക്ഷൻ ആണ്, അല്ലെങ്കിൽ വോളണ്ടറി പ്രവർത്തനങ്ങളാണ്, ഐച്ഛിക പ്രവർത്തനങ്ങൾ ആണ്. അപ്പൊ ഐച്ഛിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഈ പേശി എന്ത് പേശിയായിരിക്കും? ഇതൊരു ഐച്ഛിക പേശിക്ക് ഉദാഹരണമായിരിക്കും. അപ്പൊ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇതെന്താണ്? ഇതൊരു ഐച്ഛിക പേശിക്ക് ഉദാഹരണമാണ്, ഐച്ഛിക പേശിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അസ്ഥിപേശിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അസ്ഥിപേശി എന്താ? ഏറ്റവും പുറമേ കാണപ്പെടുന്ന പേശിയാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും പുറമെ അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന പേശിയാണ് അസ്ഥിപേശി. ആകൃതി ചോദിക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ആകൃതി, കുറുകെ വരകളുണ്ട്. വരകൾ ഉള്ളതുകൊണ്ട് അത് സ്ട്രയേറ്റഡ് മസിൽ അല്ലെങ്കിൽ രേഖാങ്കിത പേശി എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് നിയന്ത്രിക്കാം, നമുക്ക് സ്പീഡിൽ നടക്കാം, പതുക്കെ നടക്കാം, കൈ പൊക്കാം, കാല് ഉയർത്താം. അതെല്ലാം എന്താ? നമുക്ക് ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ പറ്റും. അപ്പൊ അതെന്താ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് കൊണ്ട് അത് ഐച്ഛിക പേശിക്കും ഉദാഹരണമാണ്. അതൊരു ഐച്ഛിക പേശിയായിട്ട് നമ്മൾ പറയും. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ ടൈപ്പ് പേശിയാണ് മിനുസപേശി എന്ന് പറയും. മിനുസപേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ. മിനുസപേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ. ഓക്കെ ആണല്ലേ? ഇനി മിനുസപേശി നമുക്ക് നോക്കാം. മിനുസപേശി എവിടെ കാണപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അകത്ത് കുഴല് പോലുള്ള ആന്തരാവയവങ്ങളിൽ. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ അന്നനാളം, ശ്വാസനാളം, ആമാശയം, ചെറുകുടല്, വൻകുടല്, രക്തക്കുഴല്, ഗർഭാശയം, ഇതെന്താ? കുഴല് പോലെ കാണപ്പെടുന്ന അവയവങ്ങളാണ്, അല്ലയോ? അപ്പൊ ഈ കുഴല് പോലെ കാണപ്പെടുന്ന അവയവങ്ങളിൽ കാണുന്ന ഒരു പേശിയാണ് എന്ത്? മിനുസപേശി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കുഴല് പോലെ കാണപ്പെടുന്ന, നമ്മുടെ ശരീരത്തിനകത്ത് ആന്തരാവയവങ്ങളിൽ കുഴല് പോലെ കാണപ്പെടുന്ന ആന്തരാവയവങ്ങളിൽ കാണുന്ന പേശിയാണ് എന്ത്? മിനുസപേശി. ശരീരത്തിനകത്ത് കുഴല് പോലെ കാണപ്പെടുന്ന ചെറുകുടല്, വൻകുടല്, രക്തക്കുഴല്, ഗർഭാശയം, ആമാശയം പോലെ കുഴല് പോലെ കാണപ്പെടുന്ന ആന്തരിക അവയവങ്ങളിൽ കാണപ്പെടുന്ന പേശിയാണ് എന്ത്? മിനുസപേശി. ഇതിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കുഴല് പോലെ കാണപ്പെടുന്ന അവയവങ്ങളിൽ. മനസ്സിലായോ? ഇതിന്റെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ആകൃതിയാണ്. ഇതിന്റെ ആകൃതി ചോദിക്കുവാണെങ്കിൽ എന്താ?
മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കും അതിന്റെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനാണ് സ്പിൻഡിൽ ആകൃതി എന്ന് പറയും. മിനുസപേശിയുടെ ആകൃതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡിൽ ആകൃതി. അപ്പൊ സ്പിൻഡിൽ ആകൃതിയിൽ കാണപ്പെടുന്ന പേശി അല്ലെങ്കിൽ മിനുസപേശിയുടെ ആകൃതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡില്. ക്ലിയർ ആണല്ലോ? ഇതിന് കുറുകെ ഞാൻ വരകൾ വെല്ലോട്ടിട്ടുണ്ടോ? കുറുകെ വരകൾ വെല്ലോട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താ? ഇതൊരു രേഖ ശൂന്യ പേശിയാണ്. രേഖശൂന്യ പേശിയാണ്, അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിലാണ്. നോൺ സ്ട്രയേറ്റഡ് മസിലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടത്തിന് സങ്കോചിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴൽ വികസിക്കുമോ? അല്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് പ്രസവിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഗർഭാശയ പേശിയിലെ മിനുസപേശി സങ്കോചം നടത്തുമോ? ഇല്ല. രക്തക്കുഴൽ നമ്മുടെ ഇഷ്ടത്തിന് വികസിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ? ഇല്ല. അപ്പം ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യമാണ്, ഇല്ലയോ? ചെറുകുടലിലെ ദഹനം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? വൻകുടലിലെ ജലത്തിന്റെ ആകിരണം നമ്മുടെ ഇഷ്ടത്തിന് നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ അവിടെയൊക്കെ നടക്കുന്ന പേശികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പേശികളാണ്. അപ്പം നിയന്ത്രിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതാണ് ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറയും. ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇൻവോളണ്ടറി ആക്ഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ അനൈച്ഛിക പേശി എന്ന് പറയും. അനൈച്ഛിക പ്രവർത്തനം. അപ്പം ഇതെന്ത് പേശിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അനൈച്ഛിക പേശിയാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പേശികളാണ് എന്ത്? മിനുസപേശി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മിനുസപേശി പഠിച്ചല്ലോ. അപ്പൊ മിനുസപേശി കാണപ്പെടുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് രക്തക്കുഴല്, ചെറുകുടല്, വൻകുടല്, ആമാശയം, ഗർഭാശയം പോലുള്ള കുഴല് പോലെ കാണപ്പെടുന്ന ആന്തരിക അവയവങ്ങളിൽ കാണുന്നതാണ് എന്ത്? മിനുസപേശി. മനസ്സിലായോ? ഒരു പോയിന്റും കൂടെ പറയുകയാണ്. മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിറ്റോക്സിനാണ്. ക്ലിയർ? മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ചോദിക്കുവാണെങ്കിൽ പറയാം എന്ത്? ഓക്സിറ്റോക്സിൻ. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കൂടെ ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് എന്ത്? ഓക്സിറ്റോക്സിൻ. ആ ഓക്സിറ്റോക്സിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനുസപേശികളുടെ സങ്കോചമാണ്. മനസ്സിലായോ? ഈ ഓക്സിറ്റോക്സിന്റെ അളവ് കൂടുമ്പോഴത്തേക്കിനുമാണ് മിനുസപേശികൾ, അതായത് ഗർഭാശയ പേശികളിലെ മിനുസപേശികൾ അമിതമായിട്ട് സങ്കോചിക്കുന്നത്. ആ അമിതമായ സങ്കോചം മൂലമാണ് എന്ത്? നമ്മുടെ കുട്ടി പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പം മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിറ്റോക്സിൻ. ഒന്നോർത്ത് വെച്ചേക്കാം. നമ്മൾ അന്തസ്രാവി ഗ്രന്ഥി ഹോർമോൺസിനെ പറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് ഈ കാര്യം ഒന്നുകൂടെ പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ പേശികളാണ് ഹൃദയ പേശികൾ. ഹൃദയപേശികൾ. മൂന്നാമത്തെ പേശിയാണ് എന്ത്? ഹൃദയപേശികൾ. ഹൃദയപേശികൾ അല്ലെങ്കിൽ കാർഡിയാക് മസിൽ എന്നൊക്കെ പറയും. ക്ലിയർ ആണല്ലോ? ഹൃദയപേശികൾ എന്താ? ഹൃദയഭിത്തിയോട് ചേർന്ന് കാണപ്പെടുന്ന എന്താ? ഹൃദയപേശികൾ ഹൃദയഭിത്തിയോട് ചേർന്ന് കാണപ്പെടുന്ന പേശികളാണ് എന്ത്? ഹൃദയപേശികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആകൃതിയാണ്. ഹൃദയപേശികളുടെ ആകൃതി ചോദിക്കുവാണെങ്കിൽ എന്ത് പറയും? സിലിണ്ടറിക്കൽ ആകൃതി, ശാഖകളായിട്ട് പിരിയുന്നു. എങ്ങനെ? സിലിണ്ടറിക്കൽ ആകൃതി ശാഖകളായിട്ട് പിരിയുന്നു. സിലിണ്ടറിക്കൽ ആകൃതി ശാഖകളായിട്ട് പിരിയുന്നതാണ് എന്ത്? ഹൃദയപേശികളുടെ ആകൃതി. ഇതിന് കുറുകെ വരകളുണ്ടോ? ഇതിന് കുറുകെ വരകൾ ഉണ്ട്. ഇതിന് കുറുകെ എന്തുണ്ട്? ഇതിന് കുറുകെ ഇതേപോലെ വരകളുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതെന്താ? ഇതൊരു രേഖാങ്കിത പേശിക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇതൊരു സ്ട്രയേറ്റഡ് മസിലിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി ഹൃദയപേശികൾ നമ്മുടെ ഇഷ്ടത്തിന് ഇടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നടക്കുവോ? ഇല്ല. അപ്പൊ അതെന്താ? നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. അതായത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. അതായത് ആ മസിലിനെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു? അനൈച്ഛിക പേശികൾ എന്ന് വിളിക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് അതെന്ത് പേശിയാ? അനൈച്ഛിക പേശിയാണ്. അനൈച്ഛിക പേശിയാണ്. മനസ്സിലായോ? അനൈച്ഛിക പേശിക്ക് ഉദാഹരണമാണ്. ഇതാണ് പേശീകലകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ പേശീകലകൾ എന്ന് പറഞ്ഞാൽ പേശി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളെയാണ് പേശീകലകൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ആ പേശീകലകളുടെ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനത്തിനായി സഹായിക്കുന്നു. 3 തരത്തിലുള്ള പേശീകലകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് അസ്ഥിപേശി. ഒന്നാമത്തതാണ് അസ്ഥിപേശി. എന്താ? നമ്മുടെ ശരീരത്തിനകത്തായി കാണപ്പെടുന്ന
നമ്മുടെ ശരീരത്തിന് അകത്തായി കാണപ്പെടുന്ന നമ്മുടെ ശരീരത്തിന് പുറമേ കാണപ്പെടുന്ന അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്ന പേശിയാണ് അസ്ഥിപേശി എന്ന് പറയുന്നത്. അസ്ഥിപേശി എന്ന് പറയുന്നത് അതിന്റെ ആകൃതി സിലിണ്ടറിക്കൽ ആകൃതി, കുറുകിയ വരകൾ ഉള്ളതുകൊണ്ട് ഐച്ഛിക പേശി രേഖാങ്കിത പേശി അല്ലെങ്കിൽ സ്ട്രൈറ്റഡ് മസിൽ എന്ന് പറയുന്നു. നിയന്ത്രിക്കാൻ പറ്റുന്നത് കൊണ്ട് ഐച്ഛിക പേശി എന്ന് പറയുന്നു. ക്ലിയർ. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചാണ് മിനുസപേശി. എന്താ? നമ്മുടെ ശരീരത്തിനകത്ത് രക്തക്കുഴല്, ഗർഭാശയം, ആമാശയം, ചെറുകുടല്, വൻകുടല് പോലെ കുഴല് പോലെ കാണപ്പെടുന്ന ആന്തരിക അവയവങ്ങളിൽ കാണുന്നതാണ് എന്ത്? മിനുസപേശി. അതിന്റെ ആകൃതിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്പിൻഡിൽ ആകൃതിയിൽ കാണപ്പെടുന്നു. അതിന് കുറുകെ വരകളില്ല, അപ്പം രേഖശൂന്യ പേശി അല്ലെങ്കിൽ നോൺ സ്ട്രൈറ്റഡ് മസിൽ. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അപ്പൊ അതെന്ത്? അനൈച്ഛിക പേശി. ക്ലിയർ. ഇനി മൂന്നാമത്തതാണ് ഹൃദയപേശി. ഹൃദയഭിത്തിയോട് ചേർന്ന് കാണപ്പെടുന്നതാണ് എന്ത്? ഹൃദയപേശി. അതിന്റെ ആകൃതി ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ആകൃതി, ശാഖകളായിട്ട് പിരിയുന്നു. കുറുകെ വരകൾ ഉള്ളതുകൊണ്ട് അതിനെ രേഖാങ്കിത പേശി അല്ലെങ്കിൽ സ്ട്രൈറ്റഡ് മസിൽ എന്ന് വിളിക്കുന്നു. ഇനി നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് അതും എന്താ? അതും ഒരു അനൈച്ഛിക പേശിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനകത്ത് അനൈച്ഛിക പേശികൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം? മിനുസപേശിയും അതേപോലെ ഹൃദയപേശി എന്നും പറയാം. രേഖാങ്കിത പേശികൾക്ക് ഉദാഹരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? അസ്ഥിപേശിയും ഹൃദയപേശി എന്നും പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ രീതിയിലും ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചോളാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്ലൈഡ് ഒന്ന് നോക്കാം. പേശികല സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിയുന്ന കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ത്? പേശികല. അതിന്റെ ധർമ്മം എന്താ? ശരീരചലനം സാധ്യമാക്കുന്ന കോശങ്ങളാണെന്ത്? പേശികല. മനസ്സിലായോ? 3 തരത്തിലാണ്: അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. ആദ്യത്തേതാണ് അസ്ഥിപേശി. സ്കെലിറ്റൽ മസിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താ? അസ്ഥിയുമായി ചേർന്ന് കാണുന്നു. അതിന്റെ ആകൃതി ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ആകൃതി, കുറുകെ വരകൾ കാണപ്പെടുന്നു. അതുകൊണ്ട് രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നു. രേഖാങ്കിത പേശി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? സ്ട്രയേറ്റഡ് മസിൽ. സ്ട്രയേറ്റഡ് മസിൽസ്. ക്ലിയർ ആണല്ലോ? ഇനി ശരീരത്തിന് പുറത്ത് കാണപ്പെടുന്നതിനാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന പേശികളാണ്. അപ്പം ഐച്ഛിക പേശി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ന് പറയും വോളണ്ടറി മസിൽ എന്ന് പറയും, അല്ലെങ്കിൽ വോളണ്ടറി മസിൽ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് മിനുസപേശി. മിനുസപേശി ശരീരത്തിന് അകത്ത് കാണപ്പെടുന്നു. എങ്ങനെ കാണപ്പെടുന്നത്? ആമാശയം, ചെറുകുടല്, വൻകുടല്, രക്തക്കുഴല്, ഗർഭാശയം പോലുള്ള കുടല് പോലുള്ള എല്ലാ ആന്തരിക അവയവങ്ങളിലും കാണപ്പെടുന്നു. ആകൃതി സ്പിൻഡിൽ ആകൃതി. ആകൃതിയാണ് എന്ത്? സ്പിൻഡിൽ ആകൃതി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി കുറുകെ വരകളില്ല, അതുകൊണ്ട് രേഖശൂന്യ പേശികൾ അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയും, അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി നിയന്ത്രിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അനൈച്ഛിക പേശിയാണ്, അല്ലെങ്കിൽ എന്ത് പറയും? ഇൻവോളണ്ടറി മസിൽ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തതാണ് എന്ത്? ഹൃദയപേശി. ഹൃദയപേശി എന്താ? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നതാണ്. ആകൃതി സിലിണ്ടറിക്കൽ ആകൃതി, ശാഖകളായിട്ട് പിരിയുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്നതുകൊണ്ട് രേഖാങ്കിത പേശി അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ. നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് അനൈച്ഛിക പേശി അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത കലകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. നാഡീകല. അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്? നാഡീകല. നാഡീകല എന്താ? നമ്മുടെ നാഡീ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കലകളാണെന്ത്? നാഡീകല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കലകളെയാണ് നമ്മൾ നാഡീകല എന്ന് പറയുന്നത്. അതായത് തലച്ചോറ്, സ്പൈനൽ കോഡ്, ഇതെല്ലാം വരുന്ന ഏതിനകത്താ? നാഡീകലകളിൽ വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ നാഡീകലയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാഡീകല. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും നടക്കുന്നതുമായ കാര്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ, നമ്മുടെ ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ്, നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും നടക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരണങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻസ് നൽകുന്ന കലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഡീകല എന്ന് പറയുന്നത്.
ക്ലിയർ ആണല്ലോ. ബാക്കി നാഡീകലയിലെ അത്യാവശ്യം ഡീപ്പായിട്ട് ഉള്ള കാര്യം നമ്മൾ നാഡീ വ്യവസ്ഥയിൽ പഠിക്കുമ്പോൾ ഡീപ്പായിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ശരീരത്തിനകത്തും പുറത്തും നടക്കുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുന്നു, അതിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ, റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ നൽകുന്നു. അതാണ് നാഡീകലയുടെ ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ നാഡീകലയുടെ ധർമ്മം എന്താ? ശരീര പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു, ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കലകളാണ്. നാലാമത്തതും അവസാനത്തെ ആണ് ഇത് യോജക കല. യോജക കല നമ്മൾ എന്താ പറഞ്ഞേ? യോജിപ്പിക്കുന്ന കലകൾ എന്ന് പറയും അല്ലേ? ശരീരത്തിലെ പല ഭാഗത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നു. യോജകല എന്താ? നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്നു. മനസ്സിലായോ? അതാണ് യോജകലയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി യോജകലയുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ശരീരത്തിലെ പല ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുക, തമ്മിൽ യോജിപ്പിക്കുക. അതാണ് യോജകലയുടെ ജോലി. അതിന് എക്സാമ്പിൾസ് ആണ്. ഒന്ന് അസ്ഥി, തരുണാസ്ഥി. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് എന്ത്? അസ്ഥിയും തരുണാസ്ഥിയും എന്നും പറയുന്നത്. അസ്ഥിയും തരുണാസ്ഥിയും എന്തോ ഈ അസ്ഥി തരുണാസ്ഥിയുടെ ജോലി? അസ്ഥി നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് താങ്ങ്, ബലം എല്ലാം പരസ്പരം താങ്ങായിട്ട് നിർത്തുകയും പരസ്പരം ബലം കൊടുത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന എന്തുവാ? അസ്ഥിയാണ്. അതേപോലെ തരുണാസ്ഥി എന്താ? ഇതിനെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുക, ഒരു സ്ട്രെങ്ത് കൊടുത്തുകൊണ്ട് താങ്ങായിട്ട് നിർത്തുന്നതാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. തരുണാസ്ഥി എന്നൊക്കെ പറയുന്ന ചെറിയ നമ്മുടെ ശരീരത്തിൽ വളരെ നേർത്ത അസ്ഥികളെയാണ് ഈ തരുണാസ്ഥി എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പം നമ്മുടെ ഈ കെട്ടിടങ്ങളൊക്കെ വെക്കുമ്പോൾ കമ്പികളെയൊക്കെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കെട്ടുകമ്പികൾ കൊണ്ട് കെട്ടാറുണ്ട്, അല്ലയോ? അതായത് ഒരു കമ്പിയെ മറ്റൊരു കമ്പിയായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടുകമ്പി വെച്ച് മുറുക്കാറുണ്ട്. അതേപോലെ തന്നെ അത് എക്സാക്ട് തന്നെ എങ്കിലും അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളുമായിട്ട് ഒരു താങ്ങ് കൊടുത്ത് നിർത്തുക. അതൊക്കെയാണ് ആരുടെ ജോലി? ഈ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥിയുടെ ജോലി എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നീട് ടെൻഡോൺസ്, പിന്നെ ഒരെണ്ണം വരുന്നതാണ് ടെൻഡൽസ്. ടെൻഡൽസ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേശിയും അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? ടെൻഡൽസ് എന്ന് പറയുന്നത്. പിന്നെ സ്നായുക്കള്, സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് എന്താ? അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു. അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു. ഓർത്താൽ മതി, നമ്മുടെ എല്ലിനെ ലിഗമെന്റ് വെച്ച് മറ്റൊരു എല്ലിനെ ബന്ധിപ്പിക്കുന്നു എന്ന് ഓർത്താൽ മതി. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ അപ്പൊ നമുക്ക് ടെൻഡൽസും ലിഗമെന്റും തമ്മിൽ തിരിയത്തില്ല. ടെൻഡൽസ് എന്ന് പറഞ്ഞാൽ പേശിയും അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിഗമെന്റ് ഒരു എല്ലിനെ ലിഗമെന്റ് വെച്ച് മറ്റൊരു എല്ലിനെ ബന്ധിപ്പിക്കുന്നു. അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് നാരുകല. നാരുകല. നാരുകല എന്തുവാ? നമ്മുടെ ഈ കണ്ണ്, വൃക്ക അതൊക്കെ അതാത് സ്ഥാനങ്ങളിൽ പിടിച്ചു നിർത്തുന്നത് ആരാ? ഈ നാരുകലയാണ്. അതാണ് നാരുകലയുടെ ജോലി എന്ന് പറയുന്നത്. കണ്ണിനെ, അതേപോലെ വൃക്കയെ, അതേപോലുള്ള ഭാഗങ്ങളെയൊക്കെ അതാത് സ്ഥാനങ്ങളിൽ പിടിച്ചു നിർത്തുന്ന കലകളാണെന്ത്? നാരുകല എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണെന്ത്? അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് രക്തം. രക്തം ഒരു യോജകലയാണോ? ഇല്ലയോ? ഏറ്റവും കൂടുതലുള്ള, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള യോജകല ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തമാണ്, ഇല്ലയോ? നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഇപ്പം നമ്മൾ മൂക്കിലൂടെ എടുക്കുന്ന ഓക്സിജൻ അത് വായുവറയിൽ എത്തി അവിടെ വെച്ച് രക്തത്തിൽ കയറുന്നു. ആ രക്തത്തിൽ കയറുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും എത്തുന്നു. പോഷണങ്ങൾ നമ്മൾ അതിനുശേഷം ദഹന വ്യവസ്ഥ പഠിച്ചു. ആ ദഹന വ്യവസ്ഥയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷണങ്ങൾ നമ്മുടെ വായ, പിന്നീട് അന്നനാളം, അവിടുന്ന് ആമാശയം, ചെറുകുടല്, പക്വാശയം, ഇലിയത്തിൽ വെച്ച് നമ്മുടെ രക്തത്തിൽ കയറി ഓരോ കോശങ്ങളിലേക്ക്, പല ഭാഗത്തുള്ള കോശങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു യോജകകല അല്ലെങ്കിൽ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു യോജകല ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തമാണ്. മനസ്സിലായോ? എങ്ങനെ നമുക്ക് രക്തത്തിനെ ഡിഫൈൻ ചെയ്യാം? രക്തത്തിന്റെ ഡെഫിനിഷൻ തന്നെ എന്താ? നിറത്തോടു കൂടിയ ദ്രാവക രൂപത്തിലുള്ള യോജകകലയാണ് എന്ത്? രക്തം എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ്രാവക രൂപത്തിലുള്ള യോജകല ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ദ്രാവക രൂപത്തിലെ യോജകകല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുത്തരം വരും. ഒന്ന് രക്തവും വരും, അതേപോലെ ഒന്ന് ലിംബും വരും. മനസ്സിലായോ? ലിംബു എന്ത് തന്നെ? ദ്രാവക രൂപത്തിലെ യോജകകല തന്നെ.
മനസ്സിലായോ? പക്ഷെ രക്തത്തിന്റെ വ്യത്യാസം എന്താ? നിറത്തോടു കൂടിയ, ഇങ്ങനൊരു വാക്കും കൂടെ കയറി വരും. നിറത്തോടു കൂടിയ ദ്രാവക രൂപത്തിലെ യോജകല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് രക്തം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നിറത്തോടു കൂടിയ ദ്രാവക രൂപത്തിലെ യോജകല വെച്ച് കഴിഞ്ഞാൽ രക്തവും, നിറമില്ലാതെ ദ്രാവക രൂപത്തിലുള്ള യോജകല വെച്ച് കഴിഞ്ഞാൽ ലിംബുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ യോജകലയുടെ ജോലി എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് സ്ലൈഡ് ഒന്ന് നോക്കാം. ഇപ്പം യോജകല എന്താണെന്ന് വെച്ചാൽ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കലകളാണ് യോജകല. അതായത് യോജിപ്പിച്ച് നിർത്തുന്ന കലകളാണ് എന്ത്? യോജകല. യോജിപ്പിച്ചു നിർത്തുന്നു, യോജിപ്പിക്കുന്നു. ക്ലിയർ? അതേപോലെ താങ്ങായി നിലനിൽക്കുന്ന കലകളാണ് എന്ത്? യോജകല. ശരീരത്തിൽ ഏറ്റവും കൂടുതലും കാണുന്നതും അതേപോലെ ഏറ്റവും വൈവിധ്യമേറിയതുമായ കലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോജകലയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു PYQ ആണ്. ഇത് ചോദിച്ചിട്ടുള്ളത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും ഏറ്റവും വൈവിധ്യമേറിയതുമായ കലകൾ ഏതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതേതാ? അത് യോജകലയാണ്. യോജകലയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തമാണ്. ക്ലിയർ ആണല്ലോ? എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അസ്ഥിയും തരുണാസ്ഥിയും എന്താ? ശരീരത്തിന് താങ്ങ്, സംരക്ഷണം, ആകൃതി എന്നിവ നൽകുന്നു. ടെൻഡൽസ് പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡൽസ്. സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ് അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചു വെച്ചാൽ ഇതൊന്ന് ഓർത്താൽ മതി. ഒരെല്ലിനെ ലിഗമെന്റ് വെച്ച് മറ്റൊരെല്ലിനെ ബന്ധിപ്പിക്കുന്നു. ക്ലിയർ ആണല്ലോ? പിന്നെ നാരുകല എന്താ? കണ്ണ്, വൃക്ക എന്നിവയെ അതാത് സ്ഥാനത്ത് നിലനിർത്താൻ സഹായിക്കുന്നതാണ് നാരുകല. രക്തം ദ്രാവക രൂപത്തിലുള്ള യോജകലയാണ് രക്തം എന്ന് പറയുന്നത്. അതേപോലെ കുറിച്ചു വെച്ചോ, ലിംബ് ഉള്ളതാണ് എന്ത്? ലിംബ്. ലിംബ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്രാവക രൂപത്തിലുള്ള യോജകലയാണെന്ത്? യോജകലയാണ് ലിംബ് എന്ന് പറയുന്നത്. ഇതിന്റെ വ്യത്യാസം എന്താ? ദ്രാവക രൂപത്തിലുള്ള യോജകലയാണ് നിറത്തോടുകൂടിയ എന്നുകൂടെ ഓർത്തു വെച്ചോണം. നിറത്തോടുകൂടിയ ദ്രാവക രൂപത്തിലുള്ള യോജകലയാണ് എന്ത്? ഈ ലിംബ് രക്തം എന്ന് പറയുന്നത്. മനസ്സിലായ? ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറമില്ലാത്ത ദ്രാവക രൂപത്തിലുള്ള യോജകലയാണ് ലിംബ്. പിന്നീട് നമ്മൾ ദഹന വ്യവസ്ഥയിലും പഠിച്ചിട്ടുണ്ട് സിമന്റം. ദഹന വ്യവസ്ഥയിൽ നമ്മൾ പഠിച്ച ഒരു യോജകലയാണ് എന്ത്? സിമന്റം എന്ന് പറയുന്നത്. എന്തുവാ? നമ്മുടെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തിയ കാൽഷ്യം അടങ്ങിയ യോജകലയാണ് എന്ത്? സിമന്റം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള എക്സാമ്പിളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് യോജകല എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും ചേരുന്നതാണ് ആവരണകല, പേശീകല, നാഡീകല, യോജകല. ഇത്രയും ചേരുന്നതാണ് നമ്മുടെ ജന്തുകലകളിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് നോക്കാനുള്ളത്. നമ്മൾ കലകൾ 2 തരമുണ്ട്. അതിനകത്ത് ജന്തുകലകൾ മാത്രമാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് നോക്കും? സസ്യകലകളെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കും. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ആവരണകലയെ പറ്റി പറഞ്ഞു, പേശീകലകളെ പറ്റി പറഞ്ഞു. ആ പേശീകലയായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ അസ്ഥിപേശി വ്യവസ്ഥയിൽ നമ്മൾ പറയും. അസ്ഥിയെ പറ്റിയും പേശികളെ പറ്റിയും നമ്മളൊരു ടോപ്പിക് വരും. അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ കുറച്ചധികം കാര്യങ്ങൾ കൂടി എന്ത് വരും? ഈ പേശി കലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ നാഡീകലകൾ ജസ്റ്റ് എന്താണ് കലകളുടെ ധർമ്മം എന്ന് മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞുള്ളൂ. ഇതല്ലാതെ ഇതിന്റെ ഡീപ്പായിട്ട് നാഡീ വ്യവസ്ഥ എന്ന ടോപ്പിക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? പിന്നീട് നമ്മൾ പഠിച്ചാണ് യോജകല. ആ യോജകലയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അറിയുന്നത്. ക്ലിയർ? ഇതിനകത്ത് രക്തത്തെക്കുറിച്ച് നമ്മൾ അസ്ഥികളെ പറ്റി ഇനി പഠിക്കും. അസ്ഥികൾ എന്താണെന്നും അസ്ഥികൾ തരണാസ്ഥികള്, സന്ധികള്, അതെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നീട് രക്തത്തെക്കുറിച്ച് രക്തപരിചാലന വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്ലിയർ? അപ്പം ഇത് എന്താണെന്നുള്ള ഒരു ഓവറോൾ ഐഡിയ ആണ് നമ്മൾ എടുത്തത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ജന്തുകലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സസ്യകലകളുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും നന്ദി.